നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ മാറ്റമുണ്ടാകുമെന്നും സഞ്ജു സാംസണിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടെന്നും ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ സുപ്രധാനമായൊരു അപ്ഡേറ്റ് ക്രിക്ബസ് നൽകിയിട്ടുണ്ട്. ക്രിക്ബസ് പറയുന്നത് സഞ്ജു സാംസൺ ഏഷ്യൻ ഗെയിംസിലുള്ള സ്ക്വാഡിൽ ഉണ്ടാകും, അതിലൊന്നും മാറ്റം വരാൻ പോകുന്നില്ല എന്നാണ് അവരൊരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ഹി റിമൈൻസ് ഇൻ ഇന്ത്യ സ്ക്വാഡ് ഫോർ ദി ഏഷ്യൻ ഗെയിംസ്, നോ പ്ലാൻസ് ഓഫ് റീകോളിംഗ് ഹിം ഫ്രം ദാറ്റ് ഇവൻറ്റ്. സഞ്ജു സാംസണെ ആ ഇവൻറ്റിൽ നിന്ന്, ആ ഒരു സ്ക്വാഡിൽ നിന്ന് പിൻവലിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാനുമില്ല. അദ്ദേഹം ഏഷ്യൻ ഗെയിംസിലുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടാകും എന്ന് തന്നെ ക്രിക്ബസ് വളരെ കൃത്യമായിട്ട് ട്വീറ്റ് ചെയ്യുന്നു. അതേസമയം സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം, സിംബാബ്വേക്കെതിരെയുള്ള T20I പരമ്പരക്കുള്ള സ്ക്വാഡിൽ അദ്ദേഹം ഇല്ല. അപ്പം അദ്ദേഹം സെലക്ടേഴ്സിൻ്റെ ആ ഒരു സ്കീമിലില്ല എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. സൈൽ മൽഹോത്ര അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നു, നമ്മളത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ക്രിക്ബസ് പറയുന്നത് സെലക്ടേഴ്സിൻ്റെ ലോങ് ടേം സ്ട്രാറ്റജിയിൽ സ്റ്റിൽ സഞ്ജു സാംസൺ ഉണ്ടെന്ന് അവർക്ക് ഒരു സോഴ്സിൽ നിന്ന് വിവരം ലഭിച്ചു എന്നാണ്. സാംസൺ സ്റ്റിൽ വെരി മച്ച് പാർട്ട് ഓഫ് സെലക്ടേഴ്സ് ലോങ് ടേം സ്ട്രാറ്റജി സെഡ് എ ഫെമിലിയർ സോഴ്സ് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് സെലക്ടേഴ്സ് 2028 വേൾഡ് കപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് വൈഡർ പൂൾ ഓഫ് പ്ലെയേഴ്സിനെ, ഒരു വലിയ കൂട്ടം പ്ലെയേഴ്സിനെ ഇപ്പം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രഭ് സിമ്രാനൊക്കെ സ്ക്വാഡിലേക്ക് എടുക്കുന്ന സഞ്ജുവിനെ താൽക്കാലികമായിട്ട് പുറത്തിരുത്തിയതാണ് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ എന്ത് വന്നാലും ആരെയൊക്കെ കളിപ്പിക്കണമെങ്കിലും സഞ്ജുവിനെ പുറത്തിരുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരിപാടി തോന്നിപ്പോകുന്നു. ഏതായാലും ഒരു വിശദമായിട്ട് വിജയ് ടാഗോർ ക്രിക്ബസിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് സഞ്ജു സാംസണിനെ സിംബാബ്വൻ സീരീസിന് എടുക്കാത്തത് വലിയ രൂപത്തിലുള്ള ചർച്ചയായി മാറിയിട്ടുണ്ട്. പക്ഷേ സെലക്ഷൻ കമ്മിറ്റിയുടെ ഡിസിഷൻ അത് ഒരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നില്ല. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI വിചാരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്നാണ്. അതായത് സംഗതി വളരെ വ്യക്തമാണ്. 2028 വേൾഡ് കപ്പിനായിട്ട് സ്ക്വാഡ് ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു തുടക്കമാണിത്. പ്രഭ് സിമ്രാൻ സിംഗിനെ സഞ്ജുവിന് മുമ്പ് ഈ ഒരു സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു റോഡ് മാപ്പിൻ്റെ ഭാഗമാണ്. സിംബാബ്വെ സീരീസ് ഇന്ത്യാസ് T20I ഇറ്റിനറിയിലേക്കുള്ള ലേറ്റസ്റ്റ് അഡീഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ താരങ്ങളെ പരീക്ഷിക്കാനുള്ളൊരു അവസരമായിട്ട് എടുക്കുന്നു. അപ്പോൾ അതിൽ ഒരു സോഴ്സിൽ നിന്ന് ഉദ്ധരിച്ച വാക്കുകളായിട്ട് അവർ കൊടുക്കുന്നത് എങ്ങനെയാണ്: വെൻ എൽസ് ക്യാൻ ദി ന്യൂ പ്ലെയേഴ്സ് ബി ട്രൈഡ്. ഇപ്പോഴല്ലാതെ ഈ സിംബാബ്വെ സീരീസിലൊക്കെ അല്ലാതെ പുതിയ താരങ്ങളെ പിന്നെ എപ്പോഴാണ് പരീക്ഷിക്കുക എന്ന്. അതായത് ആ സോഴ്സ് പറയുന്നത് ലോങ് ടേം പ്ലാനിങ്ങിൽ സഞ്ജു സാംസൺ ഇപ്പോഴും സ്ക്വാഡിലുണ്ട്, സ്ക്വാഡിൻ്റെ പരിഗണനയിലുണ്ട്, സെലക്ടേഴ്സിൻ്റെ പരിഗണനയിലുണ്ട്. കാര്യങ്ങൾ സഞ്ജുവിനോട് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഇറ്റ് ഹാസ് ബീൻ റിവീൽഡ് ദാറ്റ് സാംസൺ കണ്ടിന്യൂസ് ടു ബി പാർട്ട് ഓഫ് ദി സെലക്ടേഴ്സ് long-term strategy and that his omission is merely temporary pause. ഇതൊരു ടെമ്പററി പോസ് മാത്രമാണ്. സഞ്ജു സാംസൺ സ്ക്വാഡിൽ ഉണ്ടായിരിക്കും ഇനി ഭാവിയിലും. ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു പോസ് മാത്രമാണിത്. He remains in India's squad for the Asian Games and there is no thought of recalling him from the continental event എന്നുകൂടി വളരെ കൃത്യമായിട്ട് പറയുന്നു. അതായത് ഏഷ്യൻ ഗെയിംസിലുള്ള സ്ക്വാഡിൽ നിന്ന് സഞ്ജുവിനെ പിൻവലിക്കാൻ പോകുന്നില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്.